മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന വാർത്തയാണ് നമുക്ക് നിലവിൽ വരുന്നത്. അത്തരം വാർത്തകളുടെ കൂടി സ്ഥിരീകരണം കൂടി എത്തേണ്ടതുണ്ട്. മുൻകൂർ നൽകിയിട്ടുള്ള ആന്റിസിപ്പേറ്ററി ബെയിൽ, രാഹുൽ നൽകുന്ന ആന്റിസിപ്പേറ്ററി ബെയിൽ കോടതി തള്ളി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. നിർണായകമായ തീരുമാനമാണ്. 1.5 ദിവസം നീണ്ടുനിന്ന വാദത്തിനൊടുവിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ച ശേഷം ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. രാഹുലിന് തിരിച്ചടിയാണ് നേരിടുന്നത്. ഇനി അറസ്റ്റാണോ കീഴടങ്ങലാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏതായാലും രാഹുലിന്റെ വാദങ്ങൾ ഒപ്പം ഡിജിറ്റൽ തെളിവുകളടക്കം വിശദമായ പരിശോധന 2 ദിവസമായി വിശദമായ പരിശോധന നടന്നു. അതിൽ 2 ഘട്ടങ്ങളിലായി വാദപ്രതിവാദങ്ങൾ നടന്നു. അതിലപ്പുറത്തേക്ക് ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ചു ശേഷമാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നോ ടു അറസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷനിൽ എന്താണ്, അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ കോടതിയുടെ ഭാഗത്തു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ആ വിവരങ്ങളിലേക്ക് അടക്കം വരണം. ഏതായാലും ആ ആകാംക്ഷ അവസാനിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമില്ല.